നമസ്കാരം. ചോദ്യം നല്ല ചോദ്യമാണ്. പക്ഷേ അതിനകത്ത് കമൻസിൽ അതിൻ്റെ മറുപടി പറയാനുള്ളത് സംശയമാണ്. ഇതൊരു കൺഫ്യൂഷൻ ഞാനും കേട്ടിട്ടുണ്ട്. തിരുപ്പതിയിൽ പോയിട്ട് കാളഹസ്തി പോകാമോ, കാളഹസ്തി പോയിട്ട് തിരുപ്പതി പോകാമോ, കാളഹസ്തി പോയിട്ട് വേറെ അമ്പലങ്ങളിലൊന്നും പോകാൻ പാടില്ലയോ, കാളഹസ്തി പോകുമ്പോൾ വസ്ത്രം ഉപേക്ഷിക്കണമോ, അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. ഇതിൽ പലതരം ചർച്ചകളുണ്ട്. ചിലപ്പോൾ അതിനകത്ത് ഞാൻ മറുപടി പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്തോ. എന്നാലും എൻ്റെ അന്വേഷണത്തിൽ ഞാൻ ഇത് കേട്ടതിന് ശേഷം അന്വേഷിച്ച സമയത്ത് പല ഗുരുക്കന്മാരിൽ നിന്നും, ജ്യോതിഷ്യ വിദഗ്ധന്മാരിൽ നിന്നും, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയിടത്തോളം ഇതിനകത്ത് ചില പൂജകളുണ്ട്. ഒന്ന് നമുക്കറിയാം, കൃഷ്ണദേവരായരുടെ കാലം മുതലേ തന്നെ കാളഹസ്തിയിൽ പൂജ നടക്കുന്നുണ്ട്. നമുക്കത് പോകുമ്പോൾ അറിയാം. രാഹുദോഷ പൂജയാണ് കാളഹസ്തി നടക്കുന്നത്. അപ്പോൾ എന്താണ് കാളഹസ്തി തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ സ്ത്രീ കാളഹസ്തി എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. സ്ത്രീ എന്ന് പറയുന്ന സമയത്ത് കാളഹസ്തി, ഇത് മൂന്നിൻ്റെയും അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ പറയുന്നത് ശ്രീ ചെലന്തി, കാള എന്ന് സർപ്പ, ഹസ്തി എന്ന് പറഞ്ഞ ആന. അപ്പോൾ ചെലന്തിയും ആനയും സർപ്പവും ചേർന്നിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ്, ശിവപ്രതിഷ്ഠയാണ്, അല്ലെങ്കിൽ ലിംഗപ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അത് അതിൽ കൊത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കാളഹസ്തി എന്ന പേര് തന്നെ, ശ്രീ കാളഹസ്തി എന്ന് പേര് തന്നെ കിട്ടുന്നത്. അവിടെ പണ്ടുകാലം മുതലേ തന്നെ രാഹുകേതു പൂജയ്ക്കുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കൃഷ്ണദേവരായരുടെ കാലം മുതൽ. അതുകൊണ്ട് നമ്മൾ ആ കാലം കണക്കാക്കി എടുത്താൽ നമുക്കത് പിടിയിട്ടു. അപ്പോൾ ഈ രാഹുകേതു പൂജ ചെയ്യാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഹുകേതു പൂജ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നേരെ വീട്ടിലേക്കാണ് പോവേണ്ടത് എന്ന തരത്തിൽ പറയുന്നുണ്ട്. മറ്റ് അമ്പലങ്ങളിൽ പോയിക്കൂടാ എന്ന് പറയുന്നില്ല, പക്ഷെ സാധാരണ രീതിയിൽ പോകാറില്ല. മറ്റമ്പലത്തിൽ പോയി എന്ന് വെച്ചിട്ട് അത് ദോഷമല്ല. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അയ്യോ ഞാനിങ്ങനെ കാളഹസ്തിയിൽ പൂജ ചെയ്തിട്ട് ഞാൻ വേറെ അമ്പലത്തിൽ പോയി അപ്പോൾ എല്ലാം പോയി, എല്ലാം അങ്ങനെയില്ല. നമ്മൾ ഏത് പൂജ ചെയ്താലും ആ പൂജ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ കാളഹസ്തിയിൽ പോയിട്ട് ഈ സർപ്പദോഷ പൂജ അല്ലെങ്കിൽ രാഹുകേതു പൂജ രണ്ടും ഒന്ന് തന്നെയാണ്. ഈ രാഹുകേതു പൂജ ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചറിയാം, അയാൾ അവിടെ സർവ്വം സമർപ്പിക്കുകയാണ്. അവിടെ നമ്മൾ ആവാഹിച്ച് നമ്മൾ സ്വയം ഇരുന്ന് മന്ത്രം ഏറ്റുപറഞ്ഞ് അവിടെ നമ്മുടെ വിഗ്രഹത്തിൽ ആവാഹിച്ച് അവിടെ നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി നമ്മൾ അവിടെ പോസിറ്റീവ് എനർജി നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സങ്കല്പം. പിന്നീട് നമ്മൾ വേറൊരു അമ്പലത്തിൽ പോയി നെഗറ്റീവ് അങ്ങനെയൊന്നും വരില്ല. പക്ഷേ അവിടുത്തെ ഒരു പൊതുവെ പൂജ ചെയ്ത് പറയാറുണ്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ ചിലരവിടെ വസ്ത്രം ഉപേക്ഷിക്കാറുണ്ട് പൂജ ചെയ്ത്. ഏറെക്കുറെ പേര് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊന്നും ചെയ്യില്ല, കാരണം തിരിച്ചു വന്ന് തലയ്ക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനമുണ്ട്. പണ്ടത്തെ വസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ വളരെ വില കുറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇന്ന് കോസ്റ്റ്ലി ഉള്ള വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം വരും. അതാണ് ഇതിനകത്തൊരു മെയിൻ പ്രശ്നം. പിന്നെ കാളഹസ്തി, അതുപോലെ കാളഹസ്തി പോയതിനു ശേഷമാണ് 40-42 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്കവിടെ തിരുപ്പതിയുണ്ട്. തിരുപ്പതിയിൽ നിന്ന് കാളഹസ്തിയിലേക്ക് എപ്പോഴും ബസ്സും ഉണ്ട്. ഞാൻ എൻ്റെ അറിവിൽ രണ്ടും ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ മോസ്റ്റ് ഇപ്പോൾ 10-20 വർഷമായിട്ട് ഒരാളെ എനിക്കറിയാം. ഞാൻ യാത്ര ചെയ്യുമ്പോൾ പുള്ളിയെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേഴ്സണലി അറിയാം. കൊല്ലംകാരനാണ് അദ്ദേഹം. 20-22 വർഷങ്ങളായിട്ട് കാളഹസ്തിയിലും പിന്നെ തിരുപ്പതിയിലും പോകാറുണ്ട്. കാളഹസ്തിയിൽ പോയി തൊഴുതിന് ശേഷം അവിടെ നേരെ തിരുപ്പതിയിൽ പോയിട്ട് തിരിച്ചു വരും. ചിലപ്പോൾ അദ്ദേഹം തിരുപ്പതി പോയി തൊഴുത് കാളഹസ്തി പോയിട്ട് തിരിച്ചു വരും. 22 കൊല്ലമായിട്ട് അറിയാം. തുടക്കത്തിൽ അദ്ദേഹം പാൻ മസാലയുടെ ഒരു കടയായിരുന്നു. അതിൽ ഈ 22 വർഷം കൊണ്ട് അദ്ദേഹം ഇന്നൊരു ഹോൾസെയിൽ ഏജന്റാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായും വളർച്ചയുണ്ട്. അദ്ദേഹം ഇതിൽ നിന്നും തുടരുകയാണ്. പുള്ളി ഒരു 6 മാസത്തിലൊരിക്കൽ മാക്സിമം പോയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അവിടെ ദോഷമൊന്നും അദ്ദേഹത്തിൻ്റെ ഇതിൽ ഞാൻ കണ്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ദോഷം വരുന്നത് ഒന്ന് നമ്മുടെ കയ്യിലെ പണത്തിൻ്റെ പ്രശ്നമാണ്. നമുക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നമുക്ക് ഇവിടെയൊക്കെ പോയിട്ട് വരാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടോ? കടം വാങ്ങി പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഈശ്വരൻ നമുക്ക് തിരിച്ചിട്ടില്ല. കാരണം എന്താ പറയുക, അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, താൻ പാതി ദൈവം പാതി, നമ്മൾ പകുതി ചെയ്യണം, ബാക്കി ഈശ്വരൻ ചെയ്യും. അപ്പം നമ്മൾ കടം വാങ്ങിയൊക്കെ പോയി കണ്ടിട്ട് എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ലെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് തീരാൻ പോകുന്നില്ല. കാരണം നമ്മൾ തന്നെ ധനം കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ പോകുന്നതിന് മുമ്പ് ഇതൊന്നും ലിഖിതമായി എഴുതി വെച്ചിട്ടില്ല. ചിലപ്പോൾ നിങ്ങളോട് ജ്യോത്സ്യം പറയുകയാണ്, നിങ്ങൾ ഈ പൂജ ചെയ്ത് തിരിച്ചിട്ട് പോരെ എന്ന് പറഞ്ഞാൽ നമ്മളത് കേൾക്കുക. അല്ലാതെ നമുക്ക് അറിവായ ആളോട് ചോദിച്ചതിന് ശേഷം നമ്മുടെ മനസ്സിന് തോന്നുന്നതാണ് നമ്മൾ അവിടെ ചെയ്യാനുള്ളത്. അല്ലാതെ ഇതൊന്നും ഒരു ലിഖിതങ്ങളായി എഴുതി വെച്ചതായിട്ട് അറിയില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാളഹസ്തിയിൽ പോയിട്ട് തിരുപ്പതി പോയാലും, തിരുപ്പതി പോയിട്ട് കാളഹസ്തിയിൽ പോയിട്ട് വന്നാലും ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ പൂജയുടെ കാര്യത്തിൽ ഞാനിങ്ങനെ രാഹുകേതു പൂജ ചെയ്യുന്ന സമയത്ത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്കാണ് വരുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ ചെയ്യുന്നവരും ചെയ്യാത്തവരും ഉണ്ട്. നമുക്കറിയാം, നാനാത്വത്തിൽ ഏകത്വമാണ്. പലതരം ചിന്താഗതി തത്വങ്ങളാണ്, എല്ലാം ഏകത്വം നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെ ഇതും കണ്ടാൽ മതി. അതുകൊണ്ട് ഈ ഒരു വിവാദ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സനാതനത്തിന് പറയാനുള്ളത് ഇതാണ്. കൂടുതൽ കാര്യങ്ങളുമായി വീണ്ടും വരാം. നന്ദി, നമസ്തേ.